ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതിനു മുമ്പ് പ്രതിയെ ആരും ഒരു വിധത്തിലും സ്വാധീനിക്കാൻ പാടില്ല. അയ്യോ മാഡം, ഞാൻ ബിനുവേട്ടനെ സ്വാധീനിക്കാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് വയലന്റ് ആയത്? മാഡം വേണ്ട, ഒന്നും പറയണ്ട. സി ജഗൻ, നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തെ ബാധിക്കരുത്. പ്ലീസ്, ജഗൻ ഇപ്പൊ പോണം. പ്രതി സബ് ജയിലിലാണെന്ന് മീഡിയക്കാരോടൊക്കെ പറഞ്ഞത് തന്നെ ഇത്തരത്തിലുള്ള സന്ദർശനങ്ങൾ ഒഴിവാക്കാനാ. സോ പ്ലീസ് ലീവ്. കുറ്റമേൽക്കുന്ന ഉറപ്പായപ്പോ എല്ലാവരുടെയും ശ്രദ്ധ തിരിച്ചത് തടസ്സപ്പെടുത്താൻ വിനുവേട്ടൻ കാണിച്ച കുഞ്ഞു ബുദ്ധിയ. ഞാനിപ്പോഴും ACPയുടെ കുറ്റസമ്മതം നടത്തിയില്ലല്ലോ. മനസ്സിൽ ഈ കുറ്റബോധവും താങ്ങി എത്ര നാൾ നടക്കും? ഹലോ സർ. ഹലോ. വിനുവിനെ കാണാൻ ജഗൻ പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നു. എന്നിട്ട് രാജീവിനെ കൊന്നത് ജഗനാണെന്ന് ജഗൻ വിനുവിനോട് പറഞ്ഞായിരുന്നു. എന്നിട്ട് ജഗൻ ജയിലിലായോ? ഇല്ല, താൻ ഏറ്റെടുത്ത കുറ്റത്തിന്റെ ശിക്ഷ താൻ തന്നെ അനുഭവിച്ചോളാമെന്ന നിലപാടിലാ വിനു. ജഗൻ കാലു പിടിച്ചു പറഞ്ഞിട്ടും അനുസരിക്കാത്ത അവസ്ഥയിലാണ് വിനു. അവർ തർക്കിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ACP വന്നത്. ACPയുടെ അനുവാദമില്ലാതെ ജഗൻ ബിനുവിനെ കണ്ടതിന് ACP ജഗനോട് ചൂടായി. ഒടുവിൽ ACP ജഗനെ കെട്ടോട്ടടിച്ചു. ജഗൻ മിണ്ടാതെ ഇറങ്ങി പോവുകയും ചെയ്തു. പിന്നീടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. നാളെ എനിക്ക് കോടതി ഡ്യൂട്ടിയാ. എന്തൊക്കെയാ സ്റ്റേഷനിൽ നടക്കുന്നതെന്നറിയാൻ പിന്നെ വലിയ പാടായിരിക്കും. മാത്രമല്ല, കുറുപ്പ് സാറിന്റെ യൂണിയനില ഇപ്പൊ പോലീസുകാർ മുഴുവനും. വെക്കട്ടെ സർ. ആ വെച്ചോ. താങ്ക് യു. ഓക്കെ സർ. ഇനി അഥവാ ജഗൻ ജയിലിലായ കുറുപ്പ് ഈ കേസിന്റെ തെളിവ് തപ്പി രംഗത്തിറങ്ങിയിരിക്കും. അങ്ങനെ സംഭവിച്ച ഞാൻ കുടുങ്ങിയത് തന്നെ. അകപ്പെട്ടു കഴിഞ്ഞാ എന്നെ പുറം ലോകം കാണിക്കാതിരിക്കാനുള്ള വകുപ്പിൽ തന്നെ കുറുപ്പ് പിടിമുറുക്കുകയും ചെയ്യും. എന്താണൊരു പരിഹാരമാർഗം?
എന്നെ കാത്തിരിക്കായിരുന്നു. കാത്തിരിക്കണമല്ലോ. ഭർത്താവ് പുറത്തുപോയാ തിരിച്ചു വരുന്നവരെ കാത്തിരിക്കേണ്ടത് ഭാര്യയുടെ ധർമ്മം. അത് വേണ്ടായിരുന്നു. മോള് മുറിയിൽ ഒറ്റയ്ക്കല്ലേ, അവള് പേടിക്കില്ലേ? ഏയ്, അവക്ക് പേടിയൊന്നുമില്ല. അവള് സുചിത്രേട്ടത്തിയുടെ മുറിയില് ഗോകുലിന്റെ കൂടെ കിടന്നു. ഭക്ഷണം കഴിച്ചോ? ഇല്ല. വന്ദന കഴിച്ചോ? ഇല്ല, ഞാൻ കഴിച്ചില്ല. ജഗനും കഴിച്ചു കാണില്ലെന്നറിയാം. വാ, നമുക്ക് കഴിക്കാം. വന്ദനെ, എനിക്ക് വിശപ്പില്ല. അതൊന്നും പറഞ്ഞ പറ്റില്ല. രാത്രി ആഹാരം കഴിക്കാതെ ജഗൻ കിടന്നാ എനിക്കത് സങ്കടാവും. വേഗം ചെല്ല്, കൈ കഴുകിട്ട് വന്നിരിക്കെ. എനിക്ക് വേണ്ട വന്ദനെ. നല്ല ചുട്ട പപ്പടവും പൊടിയേരിക്കഞ്ഞിയും ചമ്മന്തിയുണ്ട്. ജഗൻ ഇവിടെ ഇരിക്കെ, ഞാൻ പോയി എടുത്തിട്ട് വരാം. ഈശ്വര, എന്തൊരു പരീക്ഷണം ഇതൊക്കെ. ഞാനാണ് രാജീവ് മേനനെ കൊന്നെന്നറിയുമ്പോൾ ഇതൊക്കെ മാറും. നാളെ നേരം വിളിക്കുമ്പോൾ എല്ലാ സത്യങ്ങളും ഞാൻ വന്ദനോട് പറഞ്ഞിരിക്കും.